വെറും 161 രൂപക്ക് നിങ്ങൾക്ക് സ്വന്താക്കിയെടുക്കാൻ പറ്റും. ഈ ചിത്രത്തിൽ കാണുന്ന ചെരുപ്പിനൊക്കെ വെറും 161 രൂപ. ഷോപ്പിൽ പോകണമെങ്കിൽ എന്തോരം റേറ്റുള്ള ചെരുപ്പുകളാണ് ഈ കാണുന്നത്. ഏത് ചെരുപ്പെടുത്താലും 350 400 രൂപന്റെ അടുത്തേക്കാണ് പോകുന്നത്. 500 രൂപ അല്ലാതെ ചെരുപ്പെടുക്കാൻ പോയിട്ട് യാതൊരു കാര്യമില്ല. ഷോപ്പിൽ പോവുകയാണെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ സൈസും കാര്യങ്ങളൊക്കെ കൊടുത്താൽ നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിലേക്ക് ചെരുപ്പ് ഇന്ന് ചെരുപ്പിന്റെ പരസ്യത്തിനാണ് പറഞ്ഞു വരുന്നത്. ഫ്ലിപ്കാർട്ടിനെ നേരിട്ട് ഇങ്ങോട്ട് ഏറ്റെടുത്ത് പോക്കറ്റിലിട്ട പോലെയാണ് ഇപ്പൊ എന്റെ കാട്ടിക്കൂട്ടിൽ. പിന്നെ ഒന്നും കൂടി കിടക്കട്ടെ. ചെരുപ്പോയി പല ക്വാളിറ്റിയിലുള്ള പല മോഡലിലുള്ള പല കളറിലുള്ള പല സൈസിലുള്ള ചെരുപ്പ് മുകളിൽ ആ പ്രൊഡക്റ്റ് എന്നുള്ളോട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കി എടുക്കാൻ പറ്റുള്ളൂ. 161 രൂപക്ക് 200 രൂപക്ക് 250 രൂപക്ക് അങ്ങനെ പല റേറ്റിലും. നമ്മുടെ ചെരുപ്പിന്റെ സൈസൊക്കെ അങ്ങ് ഉഗാണ്ട തമിഴ്നാട്ടിൽ അമേരിക്കയിലൊന്നും പോയി തപ്പി തരേണ്ട ഒരു കാര്യമില്ല. നമ്മളെ ചെരുപ്പിന്റെ കാലിന്റെ ചോട്ടക്ക് നമ്മൾ സ്ഥിരമായിട്ടുള്ള ചെരുപ്പിന്റെ ചോട്ടക്കാണ് നോക്കിയാൽ മതി. നമ്മുടെ സൈസ് കിട്ടും 4, 5, 6, 8, 9, 10 ഏതാണ് നിങ്ങളെ സൈസ് അതങ്ങോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കൊടുത്തിട്ടുള്ള ചെരുപ്പുകളൊക്കെ സ്റ്റാർ മാർക്ക് 4ന്റെ മുകൾക്കുള്ള പ്രൊഡക്റ്റ് ആണ്. അത് മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി. നിങ്ങൾ വേറെ ഏതെങ്കിലും നമ്പറൊക്കെ മാറ്റി കൊടുത്ത് വാങ്ങിയാൽ എന്താണ് ക്വാളിറ്റി ഉണ്ടാവില്ല. സ്റ്റാർ മാർക്ക് പ്രത്യേകം നോക്കണം. 4ന്റെ മുകൾക്കുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ. അതേ നല്ല ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഇങ്ങനെയൊക്കെ വാങ്ങിയ ചെരുപ്പ് വീട്ടിലെത്തിയപ്പോൾ എന്തോ ഒരു പോരായ്മയുള്ള പോലെ എന്താ ചെയ്യുക. ഞാൻ അയൽവക്കക്കാരോട് പറഞ്ഞ് ആകെ ടൈപ്പാക്കിയാലോ എന്ന് വിചാരിക്കണ്ട. റിട്ടേൺ പോളിസികൾ പാലിച്ച് റിട്ടേൺ അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് എന്തിനാ നമ്മൾ ടെൻഷൻ ആകണേ, നമുക്കിത് റിട്ടേൺ അയക്കാമല്ലോ. കുറെ ചെരുപ്പ് ഇറക്കി വിടുമ്പോൾ ചിലതിനൊക്കെ മിസ്റ്റേക്ക് വരും. കാരണം ഒരു പ്രൊഡക്റ്റ് നമുക്ക് അറിയാലോ, കുറെ കമ്പനി സാധനം ഇറക്കി വിടുമ്പോൾ എന്തെങ്കിലും ഒന്നൊക്കെ ചെറിയ പോരായ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് റിട്ടേൺ പോളിസികൾ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്കാരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കുറെ പ്രൊഡക്റ്റ് വരുമ്പോൾ ഒന്നെങ്കിലും ഒരു ചപ്പി ചെളങ്ങിയതൊക്കെ ഉണ്ടാവില്ല കൂട്ടത്തിൽ കയറ്റി വിടുമ്പോൾ. അങ്ങനെ പെട്ട് പോകണം. നമുക്ക് അറിയാലോ, ഒരു പാക്കറ്റിൽ നിന്ന് പപ്പടം പൊരിച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പപ്പടും നമുക്ക് ക്ലിയർ ആയി കിട്ടുമോ ഇല്ലല്ലോ. അങ്ങനെ ചെറിയ മിസ്റ്റേക്കുകൾ പപ്പടൊക്കെ ഉണ്ടാവില്ല. അതിനൊക്കെ നമ്മൾ മാറ്റി എറിഞ്ഞാണ്ട് അതിനെ നമുക്ക് ഒഴിവാക്കിയിട്ടാ പോരെ. അതുപോലെ ഇവിടെ റിട്ടേൺ പോളിസികൾ പാലിച്ച്